അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. റിസ്വാന വക്കീലിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഹസീന ശരിക്കും പെട്ടു. ഇതാരുടെ ഫോൺ എന്നുള്ള രീതിക്ക്. ഇത് എൻ്റെ ഫോൺ തന്നെ, കണ്ടില്ലേ എൻ്റെ പ്രൊഫൈലിൻ്റെ DP. ഹസീനയുടെ കണ്ണുകളിൽ കണ്ടത് വെറുമൊരു ദേഷ്യമോ ഭയമോ ആയിരുന്നില്ല, അതിരറ്റ വാശിയായിരുന്നു. അവരുടെ ശ്വാസമെടുപ്പിന് വേഗത കൂടിയിരിക്കുന്നു. ചുണ്ടുകൾ വിറക്കുന്നുണ്ടെങ്കിലും തികച്ചും വഴങ്ങില്ലെന്ന ഉറച്ച ഭാവത്തോടെയാണ് അവൾ റിസ്വാന വക്കീലിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. റിസ്വാനയുടെ വലത് കൈയിൽ ആ ഫോൺ ഉണ്ടായിരുന്നു. അതെ, ആ ഫോൺ രണ്ടുപേരുടെയും കൈകളിൽ എത്തണം എന്നുള്ള വാശി. അതായത് റിസ്വാന വക്കീൽ ഒരിക്കലും വാശിയല്ല, അതിൻ്റെ തെളിവുകൾ അതെല്ലാം ശേഖരിക്കണം എന്ന്. ഒരുപാട് തെളിവുകൾ ആ ഫോണിലുണ്ടാകും, അത് കിട്ടിക്കഴിഞ്ഞാൽ. എന്നാൽ ഹസീന വാശി പിടിക്കുകയാണ്. ഹസീന, അവസാനമായി ഒരിക്കൽ കൂടി ചോദിക്കാം, ആരോടും ഒന്നും പറയാതെ സമാധാനപരമായി കാര്യങ്ങൾ തീർപ്പാക്കാം. ഈ ഫോൺ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? റിസ്വാൻ വളരെ ശാന്തിയായി ചോദിച്ചു. ശബ്ദത്തിൽ ഒട്ടും പതർച്ചയില്ല. ഒരു വക്കീലിൻ്റെ പരിചയ സമ്പത്ത് ആ ശബ്ദത്തിൽ വ്യക്തമായിരുന്നു. ഞാൻ 100 വട്ടം പറഞ്ഞു. ഹസീന കൈകൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒച്ചയിട്ടു. ഇതെൻ്റെ ഫോൺ തന്നെയാണ്. എവിടുന്ന് വാങ്ങി? നിനക്ക് എവിടുന്നാണ് ഈ ഫോണ്? ഇതെൻ്റെ ഭർത്താവ് വാങ്ങി തന്നതാണ്. ഭർത്താവോ? റിസ്വാന വക്കീൽ തൻ്റെ താടിയിൽ കൈതൊട്ട് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ച് ചോദിച്ചു. അതെ, പിന്നെ സത്യം മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ആ പുഞ്ചിരിയിൽ ഹസീനക്ക് കാണാൻ കഴിഞ്ഞത് തന്നെ പരിഹസിക്കുന്ന, തൻ്റെ വാദങ്ങളെ തല്ലിക്കെടുത്തുന്ന ഒരുതരം ക്രൂരതയായിരുന്നു. ചിരിക്കൊന്നും വേണ്ട നിങ്ങൾ. അല്ല, ഞാൻ വളരെയധികം ശാന്തമായാണ് ചോദിക്കുന്നത്. എനിക്ക് ചില തെളിവുകളൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോട് നല്ല മാനമര്യാദയിൽ ചോദിക്കുകയാണ്. നീ ചെയ്ത തെറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷേ ഈ ഫോണ് യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് കിട്ടിയത്? ഇതിൻ്റെ ഉടമസ്ഥ ആരാന്ന് പറയണം. എൻ്റെ ഭർത്താവ് വാങ്ങി തന്നാണ്, അതിനൊരു മാറ്റമില്ല. ഭർത്താവോ? നിന്റെ ഭർത്താവ് ഏതാ ഹസീന? അല്പം മുന്നോട്ട് ഒന്ന് വന്നിട്ട് റിസ്വാന വക്കീൽ ചോദിക്കുന്നു. നേരത്തെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയ ആളാണോ നിന്റെ ഭർത്താവ്? ഒരു നിമിഷം അതെല്ലാം റിസ്വാന വക്കീൽ കണ്ടിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലായി. അതല്ല, എൻ്റെ ഭർത്താവ് സത്താർ. അതെ, അവളുടെ വായിൽ കിട്ടിയത് അതായിരുന്നു. സത്താറോ? ഓക്കെ, സത്താറിന് iPhone 17 Pro Max ഇവിടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളാണോ സത്താർ? സത്താർ നാട്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നേരത്തെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത് നിന്റെ ഭർത്താവല്ലേ? അത് അവൾ മൗനം പാലിച്ചു. ഓക്കെ, റിസ്വാന വക്കീലിന് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായി തുടങ്ങി. റിസ്വാന വക്കീൽ ഫോൺ കൊടുത്തില്ല. വീണ്ടും ആ ഫോണിലേക്ക് നോക്കി. അതിൻ്റെ സ്ക്രീൻ ലോക്കായിരുന്നെങ്കിലും അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. സത്യം പറ, നിന്റെ ഭർത്താവ് വാങ്ങിത്തന്നാണോ ഈ ഫോണ്? റിസ്വാൻ ഒന്ന് നിർത്തിയിട്ട് പറഞ്ഞു. അവളുടെ കണ്ണിലേക്ക് തുളച്ചു കയറും പോലെ ഒന്ന് നോക്കി വീണ്ടും ചോദിച്ചു. ശരിക്കും അതാണോ സത്യം? സത്യം മാത്രം പറഞ്ഞാൽ മതി. കളവ് പറയുന്നവരോട് എനിക്ക് വാദിക്കാൻ താല്പര്യമില്ല. സത്യത്തിൻ്റെ ഭാഗത്ത് ഞാൻ നിൽക്കുകയുള്ളൂ. നിങ്ങൾ കളവ് പറഞ്ഞ് വിജയിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. അതായത് സത്യം അറിയണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഹസീനയുടെ ഉള്ളിൽ ഭയത്തിൻ്റെ തീ പടരുന്നുണ്ടായിരുന്നു. റിസ്വാന ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും താൻ കെട്ടിയുയർത്തിയ നുണകളുടെ കൊട്ടാരം തകർന്നു വീഴുന്നതായി അവൾക്ക് തോന്നി. എങ്കിലും അതൊരിക്കലും പുറത്തു കാണിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. വാശി അവളെ പൂർണ്ണമായും കീഴടക്കിയിരുന്നു. റിസ്വാൻ വക്കീൽ പോലീസുകാരോടൊക്കെ അല്പം മാറി നിൽക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. കാരണം അവൾ സത്യം പറയണമെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് മാറി നിൽക്കണം. അവൾ പെട്ടെന്ന് നിലത്ത് കാൽ ശക്തമായി ചവിട്ടിക്കൊണ്ട് അലറി. എന്നെ എന്തിനാ അങ്ങനെ ഉപദ്രവിക്കണേ? എന്നെ എന്തിനെങ്ങനെ പീഡിപ്പിക്കണേ? പെട്ടെന്നാണ് ഹസീനയുടെ മനസ്സിൽ പുതിയൊരു ബുദ്ധി തെളിഞ്ഞത്. അതെ, എന്തൊക്കെ തന്നെയാലും സൗദയുടെ അനിയത്തിയല്ലേ, ഭ്രാന്ത് അഭിനയിക്കാനൊന്നും ഒരു പണിയുമില്ല. സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ തകരും, എൻ്റെ ഇമേജ് നഷ്ടപ്പെടും. ഇവിടെ ബാറിൽ ഞാനൊരു തികഞ്ഞ നർത്തകിയും പാട്ടുകാരി കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ബഹുമാനിക്കുകയും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ എൻ്റെ അടുത്തേക്ക് വരികയും ക്യാഷ് തരികയും അവരോടൊപ്പം ഞാൻ നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ, തൻ്റെ പെണ്ണെന്ന പദവിയും സഹതാപവും വെച്ച് എതിരാളിയെ പ്രതിരോധത്തിലാക്കുക. പെട്ടെന്ന് അവൾ റിസ്വാൻ വക്കീലിൻ്റെ അടുത്തേക്ക് നടന്നു. അവളുടെ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു വില്ലത്തിയുടെ ഭാവം വന്നു നിന്നു. നോക്ക് റിസ്വാൻ വക്കീലെ, അവൾ ശബ്ദം താഴ്ത്തി. എന്നാൽ വ്യക്തമായി പറഞ്ഞു, ഇതെൻ്റെ വീടാണ്. നിങ്ങളിവിടെ വന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിച്ച് പറയും. നിങ്ങൾ എന്നെ പീഡിപ്പിക്കാൻ നോക്കി
എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞാൽ ഈ നാടും ഈ വീടും ഈ പോലീസുകാരും ആരെ വിശ്വസിക്കും? ഒരു വക്കീലിൻ്റെ കരിയറും ജീവിതവും മിനിറ്റുകൾ കൊണ്ട് ഇല്ലാതാകും. അറിയാമല്ലോ, നിങ്ങളൊരു വക്കീലാണ്. പക്ഷെ നിങ്ങളുടെ നിലക്ക് നിന്നില്ലെങ്കിൽ നിങ്ങളുടെ പേരിലായിരിക്കും ഞാൻ അടുത്ത കേസ് കൊടുക്കുക. എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ ഹസീന? ഭീഷണിയല്ല, ഇതെൻ്റെ ഫോണിങ് തന്നെ. പറഞ്ഞു തീരും മുമ്പ് ഹസീന റിസ്വാനിൻ്റെ നേരെ ചാടി വീണു. റിസ്വാനിൻ്റെ കയ്യിലിരുന്ന ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുവാൻ അവൾ സർവ്വശക്തിയും എടുത്ത് പരിശ്രമിച്ചു. എന്നാൽ ഇതെങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തെളിവെല്ലാം ഇല്ലാതാകും. മുറിയിൽ ചെറിയ പിടിവലി തന്നെ നടന്നു. സഫീർ പുറത്താണ്, പോലീസുകാരും. എന്നാൽ റൂമിനകത്ത് റിസ്വാനയും ഹസീനയും മാത്രമാണുള്ളത്. ചെറിയൊരു പിടിവലി നടക്കുന്നുണ്ട്. ഹസീനയുടെ നഖങ്ങൾ റിസ്വാന വക്കീലിൻ്റെ കൈകളിൽ ആഴത്തിൽ തട്ടി. അതെ, ഹസീന വളർത്തിയ നഖങ്ങൾ. ശരിക്കും റിസ്വാന വക്കീലിൻ്റെ കൈകളിൽ രക്തം പടർന്നു. പക്ഷേ തൻ്റെ പിടി അയച്ചില്ല. അവൾ അതാ സുരക്ഷിതമായി ആ ഫോൺ കയ്യിൽ തന്നെ പിടിച്ചു. അതെ ഹസീന, നിന്റെ വാശിയും കള്ളത്തരവുമാണ് ഹസീന നിന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. റിസ്വാന ശ്വാസമെടുക്കാൻ അല്പം കഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ഹസീനയുടെ തലമുടി അഴിഞ്ഞു വീണ്ടിരുന്നു. ശ്വാസം കിട്ടാതെ അവൾ നെഞ്ചിൽ അമർത്തി പിടിച്ചു അഭിനയിച്ചു. എൻ്റെ ഫോൺ തന്നില്ലെങ്കിൽ ഞാൻ നിലവിളിക്കും, ആളെ കൂട്ടും. എൻ്റെ ഫോൺ അങ്ങ് തരി, എൻ്റെ ഫോൺ തന്നില്ല എനിക്ക് ശ്വാസം കിട്ടൂല, ഞാൻ മരിക്കണേ, എൻ്റെ ഫോണിങ്ങ് തരി. അവൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അതാ കരയുവാൻ നിൽക്കുന്നു. നീ വിളിച്ച ആളെ കൂട്ട്. റിസ്വാന കസാരയിൽ വന്നിരുന്നു. കാലിന്മേൽ കാൽ കയറ്റി വെച്ച് പറഞ്ഞു. ആളുകൾ വരുമ്പോൾ അവർ കാണുക നിന്റെ ഫോൺ മാത്രമല്ല, ഞാൻ കുറച്ചു മുമ്പ് കണ്ടെത്തിയ തെളിവുകളാണ്. നീ കരുതുന്നുണ്ടോ നിന്റെ ഭർത്താവ് തന്നതാണ് ഈ ഫോൺ എന്നൊക്കെ നീ പറഞ്ഞല്ലോ? അതൊക്കെ തെളിവ് കണ്ടുപിടിക്കാനുണ്ട്. നിന്റെ ഭർത്താവിനെ തേടിയാണ് ഇനിയുള്ള യാത്ര. ഹസീന ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് നിങ്ങളീ പറയുന്നത്? അതെ, നീ പറഞ്ഞില്ലേ നിന്റെ ഭർത്താവ് വാങ്ങിത്തന്നാണെന്ന്. വാ, നമുക്ക് അത് നാട്ടിൽ നിന്ന് തീരുമാനിക്കാം. നിങ്ങൾ എന്തീ പറയുന്നത്? എൻ്റെ ഭർത്താവ് നാട്ടിലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവിടെ നിന്റെ ഭർത്താവ് ഇവിടെയാണോ? എന്നാ വാ, ബാറിലായിരിക്കും അല്ലേ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഉള്ള ആ പയ്യന്, അവന് നിന്റെ ആരാ? അവനാണോ നിന്റെ ഭർത്താവ്? എന്താ നിങ്ങൾ ഈ പറയണത്? അതിൻ്റെ ഭർത്താവാണോ? അതിൻ്റെ കൂട്ടുകാരനാണ്. ഓഹോ, അപ്പോൾ അവനെങ്ങനെ നീ കൊണ്ടുവന്നു? അത് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. ഞാൻ ചോദിച്ചു ജോലിക്ക് പോരുന്നു എന്ന്. എൻ്റെ കൂടെ വരികയും ചെയ്തു. അതിനിപ്പോൾ എന്തത്ര വലിയ തെറ്റ്? ഹസീനയുടെ ന്യായീകരണത്തിന് ഒട്ടും കുറവില്ല. റിസ്വാന വക്കീൽ വിചാരിച്ചു, ഇവള് നല്ല വിളഞ്ഞ വിത്താണല്ലോ. എന്നാൽ ഇവളെ ജ്യേഷ്ഠത്തി ആ സൗദ ഇത്രയില്ല. ഇവർ ചുരുക്കത്തിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഫാമിലി മൊത്തം ഇങ്ങനെ ന്യായീകരിക്കുന്നവരാണോ? കുഞ്ഞിക്കതിയ, ഹസീന, സൗദ. എന്തൊക്കെ തന്നെയായാലും ഉമ്മയും പെൺമക്കളും ഒരുപോലെ തന്നെയുണ്ട്. ഇവരുടെ പിതാവിൻ്റെ സ്ഥിതി എന്താണാവോ? പിതാവിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് റിസ്വാന വക്കീൽ ചോദിച്ചിരുന്നില്ല. പക്ഷേ ഹസീന അവൾ കാഞ്ഞ വിളവത്തിയാണെന്ന് നിമിഷങ്ങൾക്കകം തന്നെ റിസ്വാന വക്കീലിന് മനസ്സിലായി. ഒരു നിമിഷം അതാ അവൾ പുറത്തേക്കിറങ്ങി. എന്നാൽ ഹസീന മറ്റു പല ചിന്തകളിൽ നിൽക്കുകയായിരുന്നു. അനീഷ് കള്ള അനീഷ് എല്ലാം കാണിച്ചു കൊടുത്തു. അവനാണ് ഇതിനെയെല്ലാം പിന്നിൽ. എനിക്ക് നന്നായിട്ടറിയാം. അനീഷ് എവിടെയാണാവോ? അവൻ ഇവിടെ ഒന്നും കാണുന്നില്ല. ശരിക്കും അനീഷിനെ കണ്ട ഞാൻ വെറുതെ വിടില്ല. ഹസീനയുടെ മനസ്സിൽ പല പല ചിന്തകൾ അതാ വരുന്നു. എന്നാൽ ഈ സമയം അതാ റിസ്വാന വക്കീൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സഫീറിൻ്റെ അരികിലേക്ക്. ഇക്ക. എന്താടി? ഇക്ക, വിചാരിച്ച പോലെയൊന്നല്ല കേട്ടോ. അതിപ്പോൾ തെറ്റുകൾ കണ്ടുപിടിച്ച് നമ്മളവരെ കസ്റ്റഡിയിൽ എടുത്താലും സമ്മതിച്ചു തരുന്നില്ല. ഒന്നിനും മടിക്കാത്തവരാണ് അവർ. സൂക്ഷിക്കണം കേട്ടോ, ഒന്നിനും മടിക്കാത്തവരാണ്. കാരണം സ്വന്തം മരുമകനെ വരെ ജയിലിൽ കയറ്റിയതാണ് ഇവളുടെ തള്ള. പിന്നിപ്പോൾ ഇവരുടെ സ്ഥിതിയൊന്നും പറയണ്ടല്ലോ. കണ്ടില്ലേ, കൂടെ വന്ന ആളെ ചതിച്ചൊരു വേലക്കാരനാക്കി. ഒന്നും ചെയ്യാൻ മടിക്കില്ല. മനസ്സിലായല്ലോ? നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക തന്നെ വേണം, അല്ലഞ്ഞാലേ ഒന്നും നടക്കില്ല. എന്നാൽ ഈ സമയം അതാ ഹസീന, അവൾക്ക് ആകപ്പാടെ അവൾ ടെൻഷനിലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, എത്ര ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പാദ്യമാണ് ആ ഫോണിലുള്ളത്. ആ ഫോണ് വിട്ടു തരുന്നില്ലല്ലോ. ഇവരെന്തിനാ ഈ ഫോണും പിടിച്ചു നിൽക്കുന്നത്? എൻ്റെ ഭർത്താവ് വാങ്ങിത്തന്ന ഫോണേ. അങ്ങനെയാണ് അവൾ അത് പറയുന്നത്. ഇവർക്ക് എന്തവകാശം? അതിലേക്ക് വരുന്ന ദിവസം തന്നെ എത്ര എമൗണ്ടാണ് അതിൽ വരുന്നത്. ഒരു ഷോപ്പ്, നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഷോപ്പിൻ്റെ മുഴുവൻ എമൗണ്ടുകൾ അതിലേക്കാണ് വരുന്നത്. സുഖസുന്ദരമായ ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. പെട്ടെന്ന്
ഇങ്ങനെയൊരു ചതി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇതിനെല്ലാത്തിനും കാരണം അവൻ തന്നെയാണ്, അനീഷ്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയ ഞാൻ ആ നിമിഷം അവനെ കൊല്ലും, അതുറപ്പുണ്ട്. അവനങ്ങ് കൊന്നാൽ മതിയായിരുന്നു ആദ്യമേ, അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു. അവളുടെ മനസ്സിലെ ചിന്ത അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ റിസ്വാൻ വക്കീൽ ഇതൊന്നും അറിയുന്നില്ല. സഫീറുമായി സംസാരിക്കുകയാണ്. സഫീർ, ഇനി എന്ത് നമ്മൾ ചെയ്യുക? ഇനിയെന്താ, പോലീസിനെ വിളിക്കുക, കൊണ്ടുപോവുക, അല്ലാതെ ഇപ്പോൾ എന്താ കസ്റ്റഡിയിൽ എടുക്കുക അല്ലേ? അവൾ പറയുന്നത് ആ ഫോൺ എൻ്റെ ഭർത്താവ് വാങ്ങി തന്നെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഭർത്താവ് പറയട്ടെ, അല്ലാതെ ഇപ്പോൾ നമുക്കിത് തെളിവില്ല ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതെ, ഈ ഫോൺ കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യത്തിലാണ് എന്നോട്. ശ്രദ്ധിക്കണം, നീ അവളുമായി ഒറ്റയ്ക്ക് ആ റൂമിൽ ഇരിക്കുന്നത് ശരിയല്ല. അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തൊക്കെ തന്നെയായാലും എന്നാൽ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പ്രവേശിക്കുന്നു. റിസ്വാൻ വക്കീൽ ആ ടേബിളിൽ ഇരുന്നു. ആ ഫോണിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുവാൻ വേണ്ടിയുള്ള തിരക്കിലാണ്. അതെ, ഇത് ഒന്ന് ലോക്ക് ഓൺ ചെയ്തു. ലോക്ക് പൊട്ടിക്കാം എനിക്കറിയാഞ്ഞിട്ടല്ല, അത് ഇവർ ചെയ്തു തരും. മൊബൈൽ ഷോപ്പിലെ ഇവിടെ ആളുകളൊക്കെ ചെയ്തു തരും. വെറുതെ ലോക്ക് പൊട്ടിക്കണ്ടല്ലോ, നിനക്ക് അറിയുന്നുണ്ടെങ്കിൽ ഇതൊന്ന് പറഞ്ഞതാ. എന്നാൽ അവൾക്ക് ദേഷ്യം പിടിക്കുകയാണ് ചെയ്തത്. അവൾ അവിടെ കണ്ട ഒരു ഡംബൽ എടുത്തുകൊണ്ട് നേരെ റിസ്വാൻ വക്കീലിൻ്റെ തലക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. എന്നാൽ ഒരു നിമിഷം അനീഷ് അത് കാണുന്നു. അനീഷ് എന്തോ ആവശ്യത്തിന് വേണ്ടി അകത്തേക്ക് കയറി വന്നതാണ്. പെട്ടെന്നാണത് കണ്ടത്. ആ നിമിഷം തന്നെ അവൻ ചാടി വീണ് ആ ഡംബൽ തട്ടിത്തെറിപ്പിച്ചു. ഒരു നിമിഷം റിസ്വാൻ വക്കീൽ ഞെട്ടി തിരിഞ്ഞു നോക്കി. എന്തൊരു ശബ്ദം! പെട്ടെന്ന് ഹസീനയെ തടുക്കുന്ന അനീഷിനെയാണ് അവർ കണ്ടത്. അനീഷ്, അതെ മേഡം, എഴുന്നേൽക്ക്, നിങ്ങൾ എഴുന്നേൽക്ക് ഇവിടുന്ന്. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെന്നെ പല രീതിയിലും എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും അനീഷിൻ്റെ നേരെ ഹസീന, എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ നിങ്ങൾ ചെയ്യുന്നത്? മേഡത്തിൻ്റെ തലക്കേറിയായിരുന്നു ഈ ഡംബർ എടുത്തിട്ട്. ആ നിമിഷം ദൈവമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചു തന്നത്. ഒരു നിമിഷം അവൾ നെട്ടിത്തെരിച്ചു. എന്താ ഹസീന ഞാൻ കേൾക്കുന്നത്? എന്താ, എന്നെ കൊല്ലാനാണോ നിന്റെ ലക്ഷ്യം? അതെ, എൻ്റെ ഫോൺ തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും, 2 എണ്ണത്തിന് ഞാൻ കുത്തി മലർത്തും. ശരിക്കും ഹസീനയുടെ ഭ്രാന്തമായ ആ വാക്കുകൾ. എന്നാൽ അപ്പോൾ തന്നെ റിസ്വാൻ വക്കീലിനോട് പറഞ്ഞു, മേഡം നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. ശബ്ദം കേട്ട് നമ്മുടെ സഫീർ ഓടിയെത്തി. എന്താ പ്രശ്നം സർ? ഇവർ തികച്ചും ഭ്രാന്തമായ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നു. മേഡത്തിന് ഇപ്പോൾ തന്നെ ഈ ഡംബൽ വെച്ച് തലക്ക് എറിയേണ്ടതായിരുന്നു. സർ, പെട്ടെന്ന് ഇവരെ രക്ഷിക്കണം. ഇവരെ അടുത്ത് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. പല രീതിയിൽ ഡിപ്രഷനും കാര്യങ്ങളും അതുപോലെ പലതും അടിച്ചു കയറ്റി നിൽക്കുകയാണ്. ഒന്നിനും വിശ്വസിക്കാൻ പറ്റില്ല. വേഗം ഇവരെ രക്ഷപ്പെടുത്തിക്കോളൂ. എന്നാൽ അത് കേട്ട അവൾക്ക് ദേഷ്യമാണ് വന്നത്. എടാ, നീ എന്നെ ഒറ്റ കൊടുത്തു അല്ലേ? നീയാണ് ഇതിൻ്റെ എല്ലാം ഏജൻറ്റ്. ഇപ്പം എനിക്ക് മനസ്സിലായി. എൻ്റെ ഒളിത്താവളം കണ്ടുപിടിച്ചത് നീയാണ് അല്ലടാ. നീയാണ് കണ്ടുപിടിച്ചവർക്ക് കൊടുത്തത് അല്ലേ? ശരിക്കും അവൾ കൂടുതൽ വയലൻ്റ് ആവുകയാണ് എന്ന് സഫീറിന് മനസ്സിലാക്കി. ആ നിമിഷം തന്നെ അവർ പോലീസിനെ വിളിച്ചു. വനിതാ പോലീസ് 2 പേർ ഓടിയെത്തി. എന്ത് പ്രശ്നം? അതെ, നിങ്ങളിവിടെ അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കേരളം മൊത്തം അരിച്ചു പെറുക്കിയിട്ടാണ് ഇങ്ങനെ കർണാടകയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്. അത് തമിഴ്നാട് മൊത്തം തിരിഞ്ഞതാണ്, എന്നിട്ടാണ് കർണാടകയിലെത്തിയത്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് തിരിച്ചു വന്നത്. നിങ്ങൾ പലതും കാട്ടിക്കൂട്ടി ഇങ്ങോട്ട് രക്ഷപ്പെട്ടാൽ ആരും അറിയില്ല എന്ന് കരുതിയല്ലേ? നിങ്ങൾ എന്തേ പറയുന്നത്? ഞാൻ നല്ല മാനമര്യാദയിൽ ഇവിടെ ജീവിക്കുകയാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു നിങ്ങളീ പറയുന്നത്? അതെ, പോലീസുകാരുടെ നേരെയും ഹസീനയുടെ വാൾപ്പയറ്റ്. മിണ്ടല്ലടി, നിന്നെ ഇപ്പം അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകും. പക്ഷേ അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. എന്നാൽ ഒരു കൂട്ടം പോലീസുകാർ ഹസീന പോകുന്ന ബാറിലേക്ക് പോയിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ, ലൈസൻസ് എല്ലാം ചെക്ക് ചെയ്യുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇവിടെ പണക്കാർക്കുള്ള ബാറാണ്. പിന്നെ അതിലുപരി ഇവിടെ പെൺകുട്ടികളുടെ ഡാൻസ്, പാട്ട് അതൊക്കെ ഉണ്ടാവും. വേറെന്താ അതിലുപരി? വേറെ വല്ലതും ഇല്ലല്ലോ. എന്നാൽ ആകപ്പാടെ അവരുടെ ബാർ മൊത്തത്തിൽ പരിശോധിക്കുന്നു. എന്നാൽ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. അവർ അലമാരകൾ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെയുള്ള അലമാരയുടെ സൈഡിലായിട്ടുള്ള പാളികളിൽ നിരവധി മയക്കുമരുന്നുകൾ ഒളിപ്പിച്ചു വെച്ച രീതിയിലാണ് കണ്ടെത്തിയത്. ഇതൊക്കെ എന്താടോ? ഇത് സർ, ഞങ്ങൾ മാത്രമല്ല, പിന്നെ ആരാ? ഇതിൽ വലിയൊരു പങ്ക് ഹസീനക്കുണ്ട്. ശരിക്കും ഹസീനയുടെ പേര് അവർ പറഞ്ഞു. അതെ, അതും വലിയൊരു ബിസിനസ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം.
പിന്നീടാണ് ഇത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഇത് എങ്ങനെ ഇവിടെ എത്തിച്ചോ, ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ജയിലിലേക്കും ഞങ്ങൾ കുറച്ച് കയറ്റി അയക്കാറുണ്ട്, അത് അവൾ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് ജയിലിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചു കഴിഞ്ഞാൽ നല്ല ഇരട്ടിയിലധികം ക്യാഷ് കിട്ടുമത്രേ, അവിടെ പലരും ഉപയോഗിക്കുന്നുണ്ടത്രേ. ഓഹോ, അപ്പോൾ അതെങ്ങനെയാണ്? ശരിക്കും അവർ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് ഉണ്ടായത്. കാരണം കുഞ്ഞിക്കതിയ ജയിലിലാണ്. ഹസീന തന്നെയാണ് അതിനെ മെനക്കെട്ട് അങ്ങനെ ഒരു ബിസിനസ് അവിടെ പ്ലാൻ ചെയ്തതും. ശരിക്കും പോലീസുകാർ തന്നെ അത്ഭുതപ്പെട്ടു. ജയിലിലേക്ക് ഇതെങ്ങനെ എത്തിക്കും? ഇത്രയ്ക്കധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ള ജയിലിലേക്ക് എങ്ങനെ മയക്കുമരുന്ന് എത്തിക്കുന്നു? അതെ, പല പല ആളുകൾ, ക്രിമിനൽസ് നിറഞ്ഞു തുളുമ്പുന്ന ആളുകൾ ഉള്ള ആ ഒരു ജയിലറകൾ, അതിനിടയിലും പലതും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. അതെ, ഈ അന്വേഷണം ഇതും കൊണ്ടൊന്നും പൂർത്തിയാവില്ല, ഇതിൻ്റെ വലിയൊരു ശൃംഖല തന്നെയുണ്ട്. അതെ, ഇത്രക്കും മയക്കുമരുന്നുകളൊക്കെ പോകുന്ന ജയിലിലേക്കാണെന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം വക്കീലിനെ അപ്പോൾ വിളിച്ച് കാര്യങ്ങളെല്ലാം അറിയിക്കുന്നു. വക്കീലേ, അതെ, കാര്യങ്ങളൊക്കെ പിടിവെട്ടി പോകുന്ന കേസാണ്. അതായത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഒരാളെ അന്വേഷിച്ച് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വളരെയധികം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, വളരെയധികം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് വിശദമായൊരു അന്വേഷണം വേണ്ടി വരും സാറേ. എന്നാൽ ഈ സമയം അതാ ആ ഡാൻസ് ബാറിൽ നിറയെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണാടക പോലീസും കേരള പോലീസും ഒരുമിച്ചാണ് അവിടെ സെർച്ചിങ് ചെയ്യുന്നത്. ഒരുപാട് മയക്കുമരുന്നിൻ്റെ വൻ ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുക, ഇതാരായിരിക്കും? അതിനെക്കുറിച്ചാണ്. എന്നാൽ അവിടെയുള്ള ആ മാനേജറെ തന്നെ പിടിച്ചു. പറയണം, നിങ്ങൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അത് സർ, അത് ജയിലിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്, വേറെ പലയിടത്തേക്കും. ഓഹോ, അങ്ങനെ അവിടെ ബിസിനസ് നടക്കുന്നുണ്ടോ? അവിടെയാണ് ഏറ്റവും കൂടുതൽ ചിലവാകുന്നത്. അവിടെ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ തരുവാൻ റെഡിയാണ്. പിന്നെ ഇതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർക്കാണെങ്കിൽ അതിലേറെ കമ്മീഷൻ. ആരാണ് ഇതിൽ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത്? ഒരു സ്ത്രീയുണ്ട്, പിന്നെ വേറെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. അവർക്കും നല്ലൊരു കമ്മീഷൻ കിട്ടും. അങ്ങനെ അതാ ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നു. എന്നാലും ഇത് എങ്ങനെയാണ് അവിടേക്ക് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. എന്നാൽ മാനേജർ ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. നിങ്ങൾക്കറിയാമായിരിക്കും. അറിയില്ല? ഇല്ല, അതെനിക്കറിയില്ല. ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയാം, പക്ഷേ മറ്റൊന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും അവിടുത്തെ മാനേജർ ചോദ്യം ചെയ്യുന്നു. എന്നാൽ അതിനിടയിൽ അതാ ആ ഫ്ലാറ്റിലേക്ക് പോലീസുകാർ പകുതി പേർ വന്നു. 2 വനിതാ പോലീസുകാരും എത്തി. ഹസീന എവിടെ? ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞിട്ട് അതാ അവർ 2 പേരും വലിച്ചിഴക്കുന്നു. എന്തിനെന്നെ കൊണ്ടുപോകുന്നത്? അതെ, നീ സ്ഥിരമായി പോകാറുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടേക്കാണ് പോകുന്നത്. എന്തൊക്കെയാടി, കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് വന്നിട്ട് ഇതായിരുന്നു നിന്റെ ഏർപ്പാട് അല്ലേ? എന്നിട്ട് നീ സുഖസുന്ദരമായി ജീവിക്കുക. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് ഹസീനയെ അതാ പിടിച്ചു വലിച്ച് വണ്ടിയിൽ കയറ്റുന്നു. വണ്ടി നേരെ അതാ ബാറിലേക്ക് വിടുന്നു. അവിടെ വെച്ച് വലിയൊരു തെളിവെടുപ്പുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു അതെല്ലാം. റിസ്വാന വക്കീൽ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെ പല കാര്യങ്ങളും ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള കാര്യം അപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. അങ്ങനെ അതാ ഹസീനയെ പോലീസ് ജീപ്പിൽ കയറ്റി തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുന്നു ആ ബാറിലേക്ക്. വിവരങ്ങളെല്ലാം റിസ്വാന വക്കീലിൻ്റെ അരികിൽ അതാ പെട്ടെന്ന് അവർ ഏൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം അത് റെക്കോർഡ് സഹിതം റിസ്വാന വക്കീൽ ശേഖരിക്കുന്നു. പഠിച്ചോനെ, ഇത്രയൊന്നും ഇവരെക്കുറിച്ച് വിചാരിച്ചിരുന്നില്ല. ഇത്രയ്ക്ക് മോശമായിരുന്നോ ആ വീട്ടുകാർ? വല്ലാത്തൊരു കെണിയിലാ പെട്ടുപോയത് നവാസ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ സമയം അതാ മുഹ്സിൻ തങ്ങൾ നേരെ അതാ റിസ്വാനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഹലോ മോളെ. തങ്ങളെ, എന്തൊക്കെയായി? പിടികിട്ടിയെന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ കാര്യമായിട്ട് അറിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ, പഠിച്ച റബ്ബിനെ സ്തുതിച്ചു. എന്തായാലും ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക്. തങ്ങളെ, അതെ, ഒരു ചെറിയൊരു കേസ് അത് അന്വേഷിച്ച് വന്നപ്പോഴേക്കും വലിയ കേസുകളുടെ ചുരുളഴിയുന്നുണ്ട്. എന്താ മോളെ, എന്ത് പ്രശ്നം? അതായത് അന്ന് കേസ് അട്ടിമറിച്ചില്ലേ നജീബ് സാറെ, ഈ ഒരു കേസിൻ്റെ അന്വേഷണത്തിൽ നിന്നും മാറ്റിയില്ലേ? അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പകരം വിഷ്ണു ഏറ്റെടുത്തില്ലേ, വിഷ്ണു സാറ്? അങ്ങനെ കേസ് അട്ടിമറിക്കാൻ കാരണവും അതെ കുഞ്ഞിക്കതിയുടെ അല്ലെങ്കിൽ നവാസിൻ്റെ ആ ഒരു
കേസിൻ്റെ ഫയലിൽ നിന്ന് പല പേജുകൾ നഷ്ടപ്പെട്ടതും എല്ലാം കൂടി നോക്കുമ്പോൾ വലിയൊരു ചതിക്കണി ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം പുറത്തു കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ശരിക്കും അതാ മുഹ്സിൻ തങ്ങൾ പറഞ്ഞു, മോള് വിജയിക്കും. അതിനു വേണ്ടിയിട്ടല്ലേ ഈ കേസിലേക്ക് ഞാൻ മോളെ വിട്ടത്. എൻ്റെ മോള് ചെയ്ത ഒരു കേസും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇതും. ഞാൻ ബിസ്മിൻ ചൊല്ലി എന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. തങ്ങളെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. തങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ എന്തോ അറിയില്ല, എല്ലാം അൽഹംദുലില്ലാ അധികമൊന്നും ബുദ്ധിമുട്ടാകാതെ എല്ലാം തെളിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും ഇല്ലാതെ. ഇപ്പോഴിതാ വലിയൊരു തെളിവെടുപ്പിന് വേണ്ടിയിട്ട് ബാറിലേക്ക് പോയിട്ടുണ്ട്. ബാറിലേക്കോ? അതെ തങ്ങളെ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തൊക്കെ തന്നെയായാലും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഇവിടെ ചായക്കട നടത്തുന്ന ഒരു ഇക്കയുണ്ട്. ആ ഇക്കയുടെ കടയിലേക്ക് ഒരു പയ്യൻ വന്നത് കണ്ടു. ആ പയ്യനെ കുറിച്ചൊന്ന് അന്വേഷിച്ചതാണ്. ആ പയ്യനായിരുന്നു നമ്മുടെ കേസിൻ്റെ ഏക തെളിവ്. അവനെല്ലാം പറഞ്ഞു തന്നു. ആ കുട്ടിയുടെ സ്ഥിതി വളരെ മോശമായിരുന്നു തങ്ങളെ. എവിടെ എന്നിട്ട് അവൻ ഇവിടെയുണ്ട്, കസ്റ്റഡിയിലാണ്. കാരണം അവൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരെ നിന്നിരുന്നു. കാരണം അത്രക്കും ഗതി കെട്ടിട്ട് എന്തൊക്കെ തന്നെയെല്ലാം ആശ്വസിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. പിന്നെ ആ തങ്ങളെ, എനിക്ക് ഒരു കാര്യമുണ്ട്. അതായത് സൗദിയുടെ അനിയത്തിയെ ഇവിടെ പിടിച്ചല്ലോ, പക്ഷേ അവർ കുറച്ച് അക്രമകാരിയാണ്. എൻ്റെ നേരെ ഡമ്പൽ കൊണ്ട് എറിയാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ അപ്പോഴേക്കും ആ പയ്യൻ തടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എൻ്റെ മയ്യത്തായിരിക്കും നാട്ടിലേക്ക് വരിക. എന്നാൽ അതാ മുഹ്സിൻ തങ്ങൾ പറയുന്നു, അതെ മോളെ, ഒരിക്കലും അവരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പല രീതിയിലും അഭിനയിച്ച് കാര്യം നേടുന്നവരാണ് അവർ. അതായത് അവളുടെ ജ്യേഷ്ഠത്തി സൗദ, ആ സൗദ എന്നുള്ള ആ പെണ്ണ് ഇപ്പോഴും അതാ ഞാൻ കണക്ക് നോക്കിയിട്ട് പറഞ്ഞു, അവൾ അവളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പലതും അഭിനയിക്കും. പലതും അഭിനയിച്ച് അവർ നേടിയെടുക്കും. അത്തരക്കാരാണ് അവർ. ഒരിക്കലും അതിൽ പെട്ടുപോകരുത്. നല്ലോണം ശ്രദ്ധിക്കണം. അവർ കളവ് പറയുമ്പോഴും ശരിക്കും നേരാവണ്ണം എന്ത് പറയുമ്പോഴും അവരുടെ ആ ഒരു വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു ചതിയുടെ, ഒരു വഞ്ചനയുടെ ഒരു ലോകം അവർക്കുണ്ടാകും. കാരണം നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ കണ്ടില്ല, ഡമ്പലും കൊണ്ട് തന്നെ എറിയാൻ നിന്നൊന്ന്. അതൊക്കെ തന്നെയാണ് അവർക്കെതിരെ വരുന്നവരെ നശിപ്പിക്കാൻ അവർ തയ്യാറാണ്. അതിനു വേണ്ടിയോ അവരുടെ കാര്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറായിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ ഈ സമയം അതാ പുത്തൻവീട് തറവാട്ടിൽ ഐഷുമ്മക്ക് കുറേ ഒരു ആശ്വാസമായിട്ടുണ്ട്. അതെ, എൻ്റെ കുട്ടിൻ്റെ കേസൊക്കെ തെളിഞ്ഞ് ഓൻ തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പായി. കാരണം പഠിച്ചവനെ എൻ്റെ മോനായിട്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ കുട്ടി തൊള്ളിയിൽ പോലും വിരലിട്ടാൽ കടിക്കാത്ത കുട്ടിയാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓരോന്ന് പഠിച്ചവനെ നമുക്ക് കരുതണല്ലേ വരിക, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ നവാസ് ചെയ്ത ഒരേ ഒരു ചതിയല്ല, എൻ്റെ നവാസ് ചെയ്ത ഒരു പണി. അതായത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ചെയ്യുമ്പോഴേ സ്വന്തം പെറ്റമ്മാനോടൊന്ന് ചോദിക്കണം നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഉണ്ടാവും. ഇതിപ്പോൾ നവാസ് എന്തായി, അവിടെ അവൾക്ക് വലിയൊരു വീടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. എന്നാലും ഇങ്ങനെ ഒന്ന് പറയാം, ഉമ്മ അവർ സൗദിയുടെ വീട്ടുകാർക്ക് ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതിൽ കുറച്ച് 4000 അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വലിയ വീട് ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് ഉമ്മ, വാർപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു ഷോപ്പിൻ്റെ മുഴുവനും ഞാൻ എമൗണ്ട് അതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവളുടെ അക്കൗണ്ടിലേക്ക് അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വാക്കിൻ്റെ കുട്ടീനോട് പറയുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കൂലായിരുന്നു. ഒന്നുമില്ല, ഞാൻ പെറ്റ തള്ളല്ലേ. പെറ്റ തള്ളാരാകുമ്പോൾ ഉമ്മാരോട് കുറച്ചൊക്കെ കാര്യങ്ങൾ പറയണം. മറ്റേത് കുറേ എല്ലാം ഒളിപ്പിച്ച് വെച്ച് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി മാത്രം എല്ലാം ഒരുക്കി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ഭാര്യയ്ക്കും ഭാര്യയുടെ വീട്ടുകാർക്കും വേണ്ടി മാത്രം ഒരുങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് റാഹത്തായി മുന്നോട്ട് പോകില്ല എന്നല്ല, പോകും, പക്ഷെ ഒരു കുരുത്തും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഈ ഒരു കാര്യം നവാസ് പറയണമ്മ, ഞാൻ സൗദക്കോൽക്ക് വീടെടുത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെറിയ വീടല്ലേ, ഒരു വീടും സ്ഥലമൊക്കെ ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞ് എനിക്ക് എന്തോ ഒരു തൃപ്തിയുള്ള കാര്യമാണ്. ഇപ്പം എൻ്റെ ഷമ്മാസ്, എൻ്റെ നുസൈബാൻ്റെ വീട്ടുകാർക്കുള്ള വല്യമ്മക്കുള്ള വീട്, ഓൽക്കുള്ള വീട്, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ ഷമ്മാസൈനെ മുന്നോട്ട് നിൽക്കുന്നത്. അതെ, ഞാനാണ് മുൻകൈ എടുത്തത്. ആ വല്യമ്മക്കിൻ്റെ പൊന്നാര മോനെ ചോർന്നൊലിക്കുന്ന ആ വീട്ടിൽ നിന്ന് നല്ലൊരു വീട് ഉമ്മാൻ്റെ കുട്ടി ഉണ്ടാക്കി കൊടുക്കേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോന് വേഗം മുൻകൈ എടുത്ത് ചെയ്തു. അതിന്മേൽ എൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്, പഠിച്ചവനെ എൻ്റെ കുട്ടി വിചാരിച്ചിറങ്ങി ആ ഒരു റാഹത്തിലാകണേ അല്ലാ എന്ന് ഉമ്മാൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ട്.
അതേപോലെ തന്നെ എൻ്റെ കുട്ടി ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ ഞാനാണ് മുൻകൈ എടുത്ത് പറഞ്ഞത്. നുസൈബാൻ്റെ വീട് അത് പറ്റങ്ങ് തലക്ക് എത്തിക്കണേ, ഓടിട്ട വീടാണ്. എന്നാലും ഞാൻ പറഞ്ഞു പൊന്നാര കുട്ടിയെ എല്ലായിടത്തും വാർപ്പിൻ്റെ വീടാണ്. അതുമല്ല ആ പെൺകുട്ടികൾ വളർന്നു വരുവാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കുട്ടി ഓൽക്കും ഒരു വീട് ഉണ്ടാക്കി കൊടുത്താളി എന്ന് പറഞ്ഞപ്പോൾ നുസൈബാൻ്റെ എപ്പോൾ പറഞ്ഞു ഞാൻ ഇത്രയും കാലം ഇവിടെ അല്ലേ ജീവിച്ചത്, ഇവിടെ തന്നെയാണ് മരിക്കോളം കഴിയട്ടെ എന്നാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും കുട്ടികൾക്കാണെങ്കിൽ പൂതിയല്ലേ, അങ്ങനെ എൻ്റെ പണിയാണ് അതും ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് ഇനി കുടിരിക്കലാണ്. അത് ഇനിയിപ്പോൾ ഇപ്പോൾ അടുത്തുണ്ടാവും, ഏകദേശം ഒക്കെ അയക്കണം. എന്നാലും വല്യമ്മക്ക് ഇനി വലിയ ബേജാറ്. അതായത് ഒന്നുമല്ല വല്യമ്മയുടെ കാര്യത്തിൽ, വല്യമ്മക്ക് എന്ന് വെച്ചാൽ നടക്കാനും നീച്ചാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ. ഏതായാലും വല്യമ്മക്കും നല്ല റാഹത്തോടു കൂടി കുറച്ച് കാലങ്ങളും ജീവിക്കാനായല്ലോ. അതൊക്കെ ഞാൻ എൻ്റെ ഷാമോനെ ഏൽപ്പിച്ചു കിട്ടും, ഞാനാണ് അതിന് മുൻകൈ എടുത്തത്. ഇതിപ്പോൾ സൗദക്കൊരു വീട് ഞാൻ പറയാൻ വേണ്ടി നിൽക്കണ നേരമാണ്, അപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. ഓല് വലിയ വീടൊക്കെ എടുത്ത് കുടിരിക്കലായി കഴിഞ്ഞ്. എന്നാലും ഉണ്ടാവില്ല കുടിരിക്കൽ ഒന്ന് അവനാൻ്റെ മക്കളോട് കെട്ടിച്ചു കൊടുത്തൊന്ന് പറയാം വേണ്ട, നമുക്ക് പോകാൻ വേണ്ടിയിട്ട് തിന്നാൻ വേണ്ടിയിട്ടും അല്ല, എന്നാലും ഉണ്ടാവുക അങ്ങനൊരു പറച്ചിൽ. അല്ലാ അതൊന്നുമില്ല. വേറെയുള്ളവർ പോണ് കേട്ടിട്ടാണ് ഞാൻ അറിഞ്ഞത് ഷെറീനയും റാഹിലൊക്കെ കുടിരിക്കലിന് പോകണില്ല. അപ്പോൾ എന്താണ് സൗദൻ്റെ വീട്ടിലത്തെ കുടിരിക്കലാണ്. അപ്പോൾ എന്താ വീട് എടുത്തു കൊടുത്തിക്കണ എൻ്റെ മോനാണ്, എൻ്റെ മോനെ ഞാൻ പെറ്റ മോന് എടുത്തു കൊടുത്തിക്കണേ. ആയിക്കോട്ടെ കുഴപ്പമില്ല, എന്നാലും ഉണ്ടാവില്ലൊരു വാക്ക്. എൻ്റെ മനസ്സിനുള്ളിൽ ചെറിയൊരു വേദന ഉണ്ട്. പിന്നെ ഞാൻ തോരുന്നു പഠിച്ചോനെ എൻ്റെ കുട്ടി അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണമല്ല. എൻ്റെ ഷമ്മാസിൻ്റെ ബുദ്ധി നവാസിനില്ല. ഷമ്മാസ് പറഞ്ഞാൽ അങ്ങനെ ഒരു മട്ടാണ്, ഉമ്മ എന്താ വേണ്ടിയെന്ന് വന്നാണ്ട് ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞ അനുസരിച്ച് ഓൻ അങ്ങനെ നിൽക്കും. അതേപോലെ തന്നെ ഓൻ്റെ റാഹത്തുമാണ്. ഇതിപ്പോൾ ഒന്നും മുണ്ടിയതുമില്ല പറഞ്ഞതുമില്ല, ഇപ്പോൾ ആ പെരയിൽ നിൽക്കാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥ അല്ലേ. എൻ്റെ കുട്ടി ഒരു വാക്ക് മുണ്ടിക്കണമെങ്കിൽ ഇപ്പോൾ അതൊന്നും ആവൂലേനു. ഇപ്പോൾ എന്തൊക്കെയായി എൻ്റെ കുട്ടീനെ വരെ പോലെ ജയിലിൽ കയറ്റി. അത്രയും ഉപകാരം ചെയ്ത ഓൾക്ക് വേണ്ട സ്ഥലം വാങ്ങിക്കൊടുക്കലും വലിയൊരു വീട്, എത്ര കോടിക്കണക്കിന് ഉറുപ്പിയായിട്ടുണ്ടാവും ഇപ്പോൾ അതിനൊക്കെ. ആ ഒരു വീടും കാര്യങ്ങളും ഇൻ്റർലോക്കും എന്തൊക്കെയായിരുന്നു, വണ്ടി എടുക്കലും ഒക്കെ. ആയിക്കോട്ടെ കുഴപ്പമില്ല, സന്തോഷമേ ഉള്ളൂ. അതിൻ്റെ കുട്ടിക്ക് അത് അനുഭവിക്കാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ കുട്ടീനെ തന്നെ ലാസ്റ്റ് ഒരു കുടുക്കി. റബ്ബേ എങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യന്മാർ. എന്നാൽ ഷമ്മാസ് അത് കേട്ട് പറഞ്ഞു ഉമ്മ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട, കഴിയാനുള്ളതൊക്കെ കഴിഞ്ഞു. മോനെ എൻ്റെ മനസ്സിന്ന് ആ വേദനയാണ് മാറണില്ല. എൻ്റെ കുട്ടീനാണ് ഓല് കൊണ്ടേക്കണത്. ആ തള്ളി മക്കളും കൂടി എൻ്റെ കുട്ടീനെയാണ് ജയിലിൽ കയറ്റിക്കണത്. എന്ത് കാര്യത്തിന് അവൾക്ക് ഉപകാരം ചെയ്തതുണ്ടോ, ഇല്ലാത്ത കേസൊക്കെ കെട്ടിച്ചമച്ച്. മോനെ എനിക്കൊന്ന് കാണണം എൻ്റെ കുട്ടീനെ, എനിക്കൊന്ന് കാണിച്ചു തന്നെ എൻ്റെ കുട്ടീനെ. ഉമ്മ അത് നമുക്ക് ഇപ്പം അടുത്ത് നവാസ്ക്ക് വരും. അല്ല ഒന്ന് എൻ്റെ കുട്ടീനെ കാണിച്ചു തരും എനിക്ക്. ഉമ്മ അത് കേസ് വിചാരണയായ പിന്നെ പുറത്തു തന്നെയല്ലേ, പറയാൻ പറ്റൂലടാ. അതിനും വലിയ കേസിൽ എൻ്റെ കുട്ടീനെ കൊടുക്കുകയാണെങ്കിലോ. വരി നമുക്കൊന്ന് കാണാൻ പോവുക. അതെ ആയിഷുമ്മ കരഞ്ഞുകൊണ്ട് ഷമ്മാസിനോട് പറയുന്നു. ഉമ്മ ഇനി 2 ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് എന്തേ വിചാരണ ഉണ്ടാവും. കാരണം അവിടുന്ന് അവരെത്തിക്കഴിഞ്ഞാൽ ഇവിടെ കോടതിയിൽ ഹാജരാക്കും. എന്നിട്ട് വിചാരണക്ക് നമുക്ക് പോകേണ്ടി വരും. ഇപ്പം ഇനി അവസ്ഥയിൽ മോനെ എനിക്ക് എൻ്റെ കുട്ടീനൊന്ന് കാണാനാണ്. എൻ്റെ കുട്ടിക്ക് അറിവില്ലായ്മ കൊണ്ട് കുറേ കാട്ടിക്കൂട്ടി. പെണ്ണുങ്ങളെയും ഓലെ പെരക്കാരും മാത്രം മതി എന്നുള്ള നിലക്ക് ഒരു വാക്കിനോട് പറഞ്ഞില്ല. ഞാൻ അങ്ങോട്ട് പോയല്ലെന്ന് എനിക്ക് ഓർമ്മയില്ലേ ഷാമോനെ, അന്ന് നമ്മൾ സൗദൻ്റെ പള്ളാണാൻ പോയത്, കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അത് അപ്പോഴാവൂല ചെറിയ വീട്ടിൽ തന്നെയാണ്, അപ്പുറത്തുണ്ട് വലിയൊരു പെര ഉണ്ടാക്കണം. എന്നാലും ഇപ്പോൾ ഇത് എനിക്കാണ് ഇവൽക്കാണ് എൻ്റെ മോൻ ഉണ്ടാക്കി കൊടുത്താന്നുള്ളൊരു വാക്ക് ഓല് പറഞ്ഞു. ഓലും മുണ്ടിയില്ല, ആരും മുണ്ടിയില്ല. നമുക്കാണെങ്കിൽ അറിഞ്ഞതുമില്ല. എന്നിട്ട് ഓല കണ്ട സാധനങ്ങളൊക്കെ കൊണ്ടേ കൊടുത്ത് തിരിച്ചിങ്ങോട്ട് വലിച്ചെറിഞ്ഞ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്. ഉമ്മക്ക് അറിയില്ലേനോ. ഉമ്മ അതൊന്നും സാരില്ല, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അത്തരക്കാരാണ്. പക്ഷെ നവാസ്കാക്ക് പലതും അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. പഠിച്ചവനെ ഇഞ്ഞെങ്കിലും നല്ല ബുദ്ധി കൊടുക്കല്ല. ഇതാണ് പെറ്റ തള്ളാരോട് പറയാഞ്ഞാലേ ഒന്നും അങ്ങോട്ട് റാഹത്തായി കിട്ടൂല. ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല, ഒരു അങ്ങനെ വെച്ചാൽ നടന്നോട്ടെ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു എൻ്റെ ദുആൻ്റെ കുറവാണോ അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന്. ശരിക്കും ഐഷുമ്മ ആ നിമിഷവും ഹൃദയം പൊട്ടി ദുആ ചെയ്തു, റഹ്മാനെ അല്ലാ എല്ലാ കേസുകളും കൂട്ടങ്ങളും എല്ലാം ഇല്ലാതാക്കി റഹ്മാനിൻ്റെ കുട്ടിനെ നീ തിരിച്ചു കൊണ്ട പഠിച്ചോനെ, ആമീൻ. ആ ഉമ്മ ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ ഈ സമയം അതാ റിസ്വാന വക്കീലും പോലീസുകാരും ഹസീനയുമായി തെളിവെടുപ്പ് നടത്തുകയാണ്. ശരിക്കും അതിൻ്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് അവർ നല്ല അന്വേഷണത്തിലാണ്. എന്നാൽ അതിൽ നിന്ന് വലിയൊരു പങ്ക് ജയിലിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ സെയിലിംഗ് കുഞ്ഞിക്കതിയെയാണോ എന്നുള്ള ആ ഒരു സംശയവും
അവിടെ ഉടലെടുക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.